നമ്മളെ ഭക്തമാനസ ഹംസിക എന്നുള്ള തലക്കെട്ടില് ദേവിയുടെ വളരെ വളരെ ഉയർന്ന ഭക്തന്മാരുടെ കഥകളിലൂടെ അവരെങ്ങനെയാണ് ദേവിയുടെ മനസ്സിൽ കയറിയത്, ദേവി അവർക്ക് എങ്ങനെയാണ് അനുഗ്രഹം കൊടുത്തത്, അപ്പൊ എങ്ങനെയാണ് ദേവി അവരുടെ ആ മാനസങ്ങളില്, അവരുടെ മാനസ സരോവറില് ഒരു ഹംസികയായിട്ട് നീന്തി തുടിച്ചത്, ഇങ്ങനെയുള്ള എന്താ പറയാ വളരെയധികം മനോഹരമായിരിക്കുന്ന, നമുക്ക് ഭക്തി എന്നുള്ള വികാരം ഓരോ വ്യക്തിയിലും ഉണർത്തുന്ന കഥകളാണ് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്. കഥകൾ മാത്രമല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങള് നമുക്ക് പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുമായിട്ടുള്ളതുണ്ട്. ഇപ്പൊ നമ്മുടെ ഭാരത മണ്ണ് എന്ന് പറഞ്ഞാല് ആ ഭാരതം എന്ന് കേട്ടാൽ നമുക്ക് പണ്ട് നമ്മൾ സാധാരണ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, ഭാരതം എന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, അല്ലെ? കേരളം എന്ന് കേട്ടാല് ജ്വലിക്കണം ചോര ഞരമ്പുകളിൽ. ഇതൊക്കെ നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് അഭിമാനമാണ് ഭാരത മണ്ണ് എന്ന് പറഞ്ഞാല്. അതിന്റെ എന്തുകൊണ്ടാ അതിന് ഒരു പരമസത്യം, അതായത് ആ ഒരു ഈശ്വര ആരാധന ഉള്ള പരമസത്യത്തെ ലക്ഷ്യമാക്കി പലരും ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോ അതിന്റെ ബേസ് എന്ന് പറയുന്നത് ദേവി ഉപാസന തന്നെയാണ്, അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പണ്ട് വെളിയിലുള്ള വെസ്റ്റേണേഴ്സ് നമ്മളെ കുറിച്ച് പറയുന്നത് ദ മദർ ഗോഡസ് വേർഷിപ്പ് എന്നാണ്. അവര് മദർ ഗോഡസ് എന്നാ പറയുന്നത്, അമ്മ ദേവി, അല്ലെ? നമ്മള് ദേവിയെ അമ്മ എന്ന് വിളിക്കണു, അതുപോലെ അവര് പറയുന്ന മദർ ഗോഡസ് എന്നാണ്. അപ്പൊ വളരെ വിശേഷമായിരിക്കുന്ന ദേവി ആരാധന പണ്ട് കാലം മുതലേ ഉള്ളതാണ്. നമ്മുടെ ഭാരതത്തിലെ മറ്റ് സിവിലൈസേഷൻസ് എല്ലാം തന്നെ നമ്മളെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ അവിടെ ദേവി എന്നൊന്നും അവർക്കറിയില്ല. അമ്മയെ ആരാധിക്കുന്ന ഒരു കൾച്ചർ എന്നാ പറയുന്നത്. അമ്മയുടെ ഉപാസന എന്ന് പറയുന്ന ആ ശാക്തേയ തത്വം ഇന്നും ഉയർന്നു തന്നെ നിൽക്കുന്നതാണ് നമ്മുടെ സനാതന ധർമ്മം. അതുകൊണ്ട് തന്നെ ആ ഒരു ദേവിയെ, അമ്മയെ എത്ര നാരീസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ, എല്ലാ ദേവതകളും സന്തോഷിക്കുന്ന ഒരു സ്ഥലമാണ് അമ്മയെ പൂജിക്കുന്നിടം. ജഗദംബിയായിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരിയെ പൂജിക്കുന്ന നമ്മുടെ നാട്ടില് തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ള ഏത് കൾച്ചറിനെ വെച്ച് നോക്കുകയാണെങ്കിലും നമ്മുടേത് ഒരു ഉയർന്ന തലം തന്നെയാണ്. അപ്പൊ ആ ഒരു സനാതന ധർമ്മത്തിൽ ജനിക്കാൻ ഇടയായത് നമ്മുടെ എല്ലാം തന്നെ ഭാഗ്യാണ്. രാമകൃഷ്ണ പരമഹംസര് നരേന്ദ്രനിൽ നിന്ന് വിവേകാനന്ദ സ്വാമിയായിട്ട് മാറിയ എന്താ പറയാ വിവേകാനന്ദ സ്വാമിജി, മഹാകവി ഭാരതിയാർ. അപ്പോ ഏത് മഹാന്റെ പുറകിലുമുള്ള മഹത്വത്തെ അറിഞ്ഞാല് എല്ലാവർക്കും അവരെല്ലാം തന്നെ ദേവി ഉപാസകരായിരുന്നു എന്ന് ആ രഹസ്യം നമുക്ക് മനസ്സിലാവും. ഇതിലേത് അവരുടെ കഥ എടുത്ത് നോക്കിയാലും അവരെ മഹത്വത്തിലേക്ക് പോയിരിക്കുന്നത് ദേവിയുടെ ഉപാസനയാണ്. അപ്പൊ ഉപാസന എന്ന് പറഞ്ഞാല് ദേവിയെ നമ്മള് ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മള് ഉപാസന എന്ന് പറയുന്നത്. അപ്പോ ശക്തിദാസൻ തനിക്ക് എല്ലാ ശക്തിയും തന്ന ജഗദംബികയാണ് എന്ന് ഭാരതിയാർ പറയാറുണ്ട്. അപ്പൊ ഈ ഭാരതിയാർ എന്ന് പറയുന്നത് വളരെ വളരെ പ്രശസ്തനായിരിക്കുന്ന ഒരു കവിയാണ് തമിഴ്നാട്ടില്. അദ്ദേഹത്തിന്റെ മുമ്പുള്ള പേര് ശക്തിദാസൻ എന്നായിരുന്നു. അദ്ദേഹം സ്വയം പറയുന്നത് തനിക്ക് എല്ലാ ശക്തിയും തന്നത് ജഗദംബികയാണെന്ന് ഭാരതിയാർ എപ്പോഴും പറയാറുണ്ട്. വിശ്വാസത്തോടെ അദ്ദേഹം ചെന്ന് അമ്മയുടെ അടുത്ത് ഓരോന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ കഥയും നമ്മൾ അറിയണം. കാരണം ഈ കവികള് ഇത്രയും വാഗ്മികളായി തീർന്നതും അവർക്ക് ഇത്രയും എന്താ പറയാ നാടകങ്ങളും ധാരാളം പോയംസും ഒക്കെ രചിക്കാൻ സാധിച്ചതെല്ലാം തന്നെ ഈ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ ഈ ശക്തിദാസൻ എന്ന് പറയുന്ന ഭാരതിയാര് എപ്പോഴും പറയാറുണ്ട് എല്ലാരോടും, തനിക്ക് ജഗദംബിയാണ് അമ്മ തന്നത് കൊണ്ടാണ് തനിക്ക് ഇതെല്ലാം എഴുതാൻ സാധിച്ചതെന്ന് പറയാറുണ്ട്. അപ്പോ ഇംഗ്ലീഷുകാരുടെ ആ ഒരു സ്വേച്ഛാധിപത്യത്തിന്റെ കീഴിൽ അടിമകളായിട്ട് തീർന്ന നമ്മുടെ ഭാരതീയര്, നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 വരെ നമ്മൾ വിദേശീയരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു. അപ്പൊ ഉണ്ണാൻ പോലും വഴിയില്ലാത്ത ഒരു സമയത്ത് നമ്മളെല്ലാം അടിമത്തത്തില്, നമ്മുടെ എല്ലാം ഒരു ലൂട്ട് ചെയ്യപ്പെട്ട നമ്മുടെ ഏറ്റവും നല്ല എന്താ പറയാ വിളകള്, നമുക്ക് ഏറ്റവും ഒരു ആരാധനാലയങ്ങള്, അവിടെയുള്ള സ്വർണങ്ങള് വജ്രങ്ങള് എല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് ഇംഗ്ലണ്ടിലേക്ക് കടത്തപ്പെട്ട ഒരു സമയം, നമ്മളെല്ലാം ഒരു അടിമകളായിട്ട് കിടന്ന ഒരു സമയം നമുക്കുണ്ടായിരുന്നു. അപ്പൊ അന്ന് പലരും ഒരുപാട് ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെട്ട് ഉടുക്കാനും വഴിയില്ലായിരുന്ന സമയത്ത് ഈ ശക്തി എന്ന് പറയുന്ന ഒരു ശക്തിയെ നോക്കിയിട്ട്, ഇല്ലേ, ശക്തിയെ നോക്കി എന്നെ പൂർണ്ണ വിശ്വാസത്തോടെ എന്നെ നോക്കണം, ശക്തി എന്നെ നോക്കിക്കോളും, എനിക്ക് വേറെ ആരും ഒന്നും തരണ്ട, ആരിവിടെ വന്നു പൊക്കോട്ടെ, ഞാൻ ആരുടെ അടിമത്തത്തിന്റെ കീഴിലല്ല, ഞാൻ ശക്തിയുടെ മാത്രമാണ് എന്ന് ദേവിയെ തന്നെ ഇങ്ങനെ ഉയർന്ന ഒരു ചിന്താഗതി വെച്ച്, അന്ന് നമുക്കിങ്ങനെ ഉപാസന സമ്പ്രദായത്തിലുള്ളതൊന്നും
ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പേ നമുക്ക് അങ്ങനെ പറയാനോ നമുക്ക് അങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കാനോ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇദ്ദേഹം എപ്പോഴും പറയും, പെരുവഴിയിൽ ഇരുന്നാൽ പോലും അദ്ദേഹം പറയും, ഞാൻ ആരുടെയും കീഴിലല്ല, എനിക്ക് ഒരാളെ ഉള്ളൂ എന്നെ നിയന്ത്രിക്കുന്നത്, എന്റെ ശക്തിയാണ്. ആ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ കഴിഞ്ഞ ആളാണ് ഭാരതിയാർ. ഇപ്പൊ ചെന്നൈ നഗരത്തിലെ ആ ഒരു നഗര മധ്യത്തിലെ കാളി ക്ഷേത്രത്തിൽ ചെന്ന് ഓരോ കാര്യങ്ങൾ പറയും അമ്മയോട്. അവിടെ ചെന്നിട്ട് അമ്മ എനിക്ക് ഇന്നത് വേണം എന്ന് പറയും. അവിടെ ചെന്നിരുന്നിട്ട് നമ്മളെ ഒരു എന്താ പറയാ, നമ്മുടെ സ്വന്തം അമ്മ ഇരിക്കുന്ന ഒരു ഗൃഹത്തിൽ ചെന്നിരുന്ന് പറയുന്ന പോലെ ഇദ്ദേഹം കാളീക്ഷേത്രത്തിൽ ചെന്ന് നടയിലിരുന്നിട്ട് അമ്മയെ നോക്കിക്കൊണ്ട് അതിനകത്തിരിക്കുന്ന ആളിനെ കണ്ടു പറയുന്ന പോലെ പറയും. ഇപ്പൊ ചെന്നൈയിലുള്ള ഒരു കാളികാംബിക ക്ഷേത്രം, കാളികാമ്പാൾ ക്ഷേത്രം എന്നാണ്. അവിടെ ഈ പറഞ്ഞ ചെന്നൈയുടെ നടുക്കാണത്. അതിന് നമ്മൾ അന്ന് എല്ലാ ഓഫീസിൽ പോകുന്ന ഓഫീസ് ഗോവേഴ്സ് ടെമ്പിൾ എന്നൊക്കെയാണ് അന്ന് അവിടെ പറയുന്നത്. കാരണം എല്ലാ ഓഫീസിൽ പോകുന്നവരെല്ലാം ഓടിച്ചെന്നൊന്ന് തൊഴുതിട്ട് പോകും അവിടെ. അവിടെ കുറച്ച് സമയത്തേക്ക് മാത്രമേ നട അടയ്ക്കുള്ളൂ. ഒരുപാട് സമയം നട അടച്ചിടാറില്ല. അതുകൊണ്ട് ആർക്കും എപ്പോഴും ഓടിച്ചെല്ലാം. ആർക്ക് വേണമെങ്കിലും വേഗം പോയി തൊഴുതു പോകാൻ പറ്റും. ഈ ക്ഷേത്രത്തിലുള്ള ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു പത്രം ഓഫീസിൽ ജോലി ചെയ്തിരുന്നതാണ് ഭാരതിയാർ എന്ന് പറയുന്ന അദ്ദേഹം. നിത്യവും ഈ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. അവിടെ ചെന്ന് കാളികാദേവിയുടെ മുന്നിൽ ചെന്ന്, അമ്മേ നീ എനിക്ക് ശക്തി രൂപിണി, എന്റെ ശക്തി നീയാണ്, നീ തന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്, ഞാൻ ശക്തി ദാസനായതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി എല്ലാം തരണം, എനിക്ക് വേറെ ആരാണ് അമ്മ ചോദിക്കാനിരിക്കണം, ഇങ്ങനെയൊക്കെയാണ് അമ്മയോട് ചോദിക്കുന്നത്. എന്നിട്ട് പറയും ഇനി വേണ്ടതൊക്കെ എന്താണെന്ന് പറയും. എനിക്ക് സ്ഥലം വേണം. അത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു തമിഴ് കവിതയാണ്. അതിന്റെ അന്തരാർത്ഥം ഇങ്ങനെയാണ്: എനിക്ക് സ്ഥലം വേണം, അവിടെ നല്ല വെളുത്ത നിറമുള്ള കെട്ടിടം വേണം, അവിടെ എനിക്ക് എന്താ പറയാ, എനിക്കൊരു വിവാഹം കഴിക്കണം, എനിക്ക് പത്നിയെ തരണം, എനിക്ക് കവിത എഴുതണം, ആ നല്ലൊരു വീട്ടുമുറ്റത്തിരുന്ന് അല്ലെ, ആ വീട്ടിന്റെ മുറ്റത്ത് എല്ലാം എനിക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കണം, ചന്ദ്രരശ്മി വേണം, രാത്രി എനിക്ക് ചന്ദ്രനെ കാണണം, അവിടെ കുയിൽ ശബ്ദം വേണം, ഇളം കാറ്റുണ്ടാവണം. ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു കവി ഹൃദയത്തിൽ എന്തൊക്കെയാണോ വരുന്നത് എല്ലാം ഇങ്ങനെ അമ്മയോട് പറയും. ഇതെല്ലാം എനിക്ക് തരണം കേട്ടോ, അതിനാണ് ഞാനിവിടെ അമ്മ എന്നും വന്ന് കാണുന്നത്. അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി പറയുന്ന ഒരാളായിരുന്നു ഭാരതിയാർ. എല്ലാം ഈ രീതിയിൽ ഇന്നത് വേണമെന്ന് അമ്മയോട് ചോദിക്കുന്ന അദ്ദേഹം. അപ്പോ ഈ അങ്ങനെ ചോദിക്കണമെങ്കിൽ സാധാരണ നമ്മുടെ ഒരു ഫിസിക്കൽ മദറിന്റെ അടുത്താണ് സാധാരണ നമുക്ക് ഇത് വേണം, എനിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുന്ന ആരോടാ? നമ്മുടെ പെറ്റമ്മയോടാണ് സാധാരണ. ഇദ്ദേഹം അതുപോലെയാണ് ഈ പറഞ്ഞ കാളികാമ്പാൾ ദേവിയോട് ഇദ്ദേഹം ചോദിച്ചിരുന്നത്. ഈ രീതിയിൽ ഇന്നത് വേണം. അപ്പൊ വളരെ സ്പെസിഫിക് ആയിട്ടാ പറയുന്നത്. അവസാനം പാട്ടിന്റെ ഈ ചോദിക്കുന്നതിന്റെ അവസാനം അമ്മയോട് ചോദിക്കുന്നത് ഒരു 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 കാര്യമാണ്. കാരണം ഈ രീതിയിൽ ഓരോന്നും ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അവസാനം അദ്ദേഹം പറയും, കാട്ടിൽ അമ്മയുടെ സംരക്ഷണം വേണം. ഒരു വീട് വേണം എന്ന് പറഞ്ഞു അല്ലേ, വീടിന് ചുറ്റും നല്ല മരങ്ങൾ, അപ്പൊ കാട് പോലെ വരും. എനിക്ക് ഇതെല്ലാം വേണം, പക്ഷെ ഈ കാട്ടിൽ എനിക്ക് എന്താ വേണ്ടേ? ഈ കാട്ടിൽ വീടൊക്കെ ഇരിക്കണം, അമ്മയുടെ സംരക്ഷണം വേണം എന്ന് പറയാനായിട്ട് ഒരു കാരണമുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ കവിഹൃദയത്തിൽ വരുന്നതെല്ലാം തന്നെ അനേകം ആ ഒരു അന്തരാർത്ഥങ്ങൾ ഉള്ളതാണ്. അപ്പൊ നിന്റെ മനസ്സാകുന്ന കാട്ടുവഴിയില് ഈ ബാഹ്യമായതിനെയൊക്കെ എന്താ പറയാ, ബാഹ്യമായതൊക്കെ ഇരിക്കട്ടെ, എന്റെ ഉള്ളില് അജ്ഞാനത്തിന്റെ മറ മാറ്റി ജ്ഞാന വെളിച്ചം എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണം, എന്നെ സംരക്ഷിക്കണം എന്നാണ് അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം ഈ കാട്ടില് അമ്മയുടെ പാതുകാപ്പ് വേണം, അമ്മ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം എന്താ, കാട്ടിലാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. എപ്പോഴാണോ ജ്ഞാന വെളിച്ചം വീഴുന്നത് അതുവരെ അജ്ഞാനമാകുന്ന കാട്ടിലാണ്, അന്ധകാരത്തിലാണ് നമ്മൾ കഴിയുന്നത് അല്ലെ. അപ്പൊ അവിടെ എനിക്ക് അമ്മയുടെ സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അമ്മയെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ കാട്ടുവഴി എന്ന് പറഞ്ഞാല് കാട്ടുവഴിയിൽ വെളിച്ചമില്ലെങ്കിൽ എന്താ, വഴിയറിയാതെ ഞാൻ പതറിപ്പോകും അമ്മേ. അവിടെ എന്റെ കൈപിടിച്ച് നടത്താൻ അംബികെ അവിടുന്നല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. അമ്മയുണ്ടെങ്കിൽ അവിടെ എനിക്ക് എന്താ ഒരു മാനസരോവരം തന്നെയായി തീരും. എന്റെ മാനസരോവരത്തില് വേറെ കുപ്പകള് അഴുക്കുകൾ ഒന്നും വീഴരുത്. കാരണം അത് അമ്മ നോക്കിക്കൊള്ളണം. കാരണം എനിക്കറിയില്ല, ഞാൻ എന്താ ബൗണ്ടറി ഒന്നും കെട്ടിയിട്ടില്ല. പക്ഷെ അമ്മയുടെ സ്നേഹമാകുന്ന ഒരു വേലി അല്ലെ, ആ പാതുകാപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് അഴുക്കുകളൊന്നും വീഴില്ല. അമ്മ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും ശുദ്ധമായിട്ടിരിക്കണം ഇല്ലേ. അതുപോലെ അമ്മ എന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, ആ മാനസരോവരത്തിലാണ് ഇരിക്കുന്നത്. ഒരഴുക്കും ആവശ്യമില്ലാത്ത ഒരു ചിന്തകളും എന്റെ ഉള്ളിൽ വീഴാതെ നോക്കേണ്ട കടമ അമ്മയുടെയാണ്. ഇപ്പൊ ദുർഗ എന്ന് പറഞ്ഞാൽ എന്താ, ദുർഗം എന്താ, അതികഠിനമായ വഴികളിലൂടെ പോയെങ്കിൽ മാത്രമേ ദുർഗയെ പ്രാപിക്കാൻ പറ്റൂ. ദുർഗത്തിലിരിക്കുന്നവൾ, കാട്ടിലിരിക്കുന്നവൾ അല്ലെ, ഉയർന്ന ഫോർട്ടുകളിൽ ഇരിക്കുന്നവൾ എന്നൊക്കെ നമുക്ക് ദുർഗയ്ക്ക് അർത്ഥം എടുക്കാം. അപ്പൊ ഈ പാതുകാപ്പ് കൊടുക്കുന്നവളാണ് ദുർഗ, ഇല്ലെങ്കിൽ കാളി.
അപ്പൊ പറയാണ് പാതുകാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ നമുക്ക് സാധാരണ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞാല് ശത്രു സൈന്യങ്ങളൊന്നും കേറാതെ, അല്ലെ? ആ ഒരു ആക്രമിക്കപ്പെടാതെ അതിനെ നമ്മള് സേഫ്റ്റി അതാണ് അവർ എൻഷുർ ചെയ്യുന്നത്. അതുപോലെ അമ്മ അവിടെ ഉണ്ടെങ്കിൽ എന്താ വേണ്ടേ? ഈ ഒരു അഴുക്കും അമ്മ ഇരിക്കുന്നിടത്ത് വരരുത്. കാട്ടില് ഹിംസ്ര ജന്തുക്കളൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള ഒന്നും എന്റെ മനസ്സിനകത്തോട്ട് കേറരുത്. അത് അമ്മ നോക്കിക്കൊള്ളണം. അത് സദാ തെളിഞ്ഞ് കണ്ണാടി പോലെ കിടന്നെങ്കിൽ മാത്രമേ, എനിക്ക് കാവലായി നിന്നെങ്കിൽ മാത്രമേ പരാശക്തിയാകുന്ന ഹംസിക എന്റെ ഉള്ളിലെ ആ തെളിനീരില് സദാ നീന്തി കളിക്കുകയുള്ളൂ. ഹിമാലയ സാനുക്കളുടെ അടുത്തുള്ള മാനസരോവരവും കാട്ടിലാണെന്ന് നമുക്കറിയാം, അല്ലെ? ഹിമാലയം എന്ന് പറയുന്ന ആ ഉയർന്ന ശൃംഗത്തിന്റെ ചെരുവുകളിലാണ് ഈ പറയുന്ന ബാഹ്യമായിരിക്കുന്ന മാനസരോവരം. അപ്പോ എപ്പോഴും എന്താ പറയാ, ഇനി എന്ത് വേണം? അത് എപ്പോഴും അവിടെ ശുദ്ധമായിട്ട് തെളിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് കാട്ടിൽ ഒരഴുക്കും വന്ന് വീഴില്ല. കാരണം അത് തെളിഞ്ഞ അതിന്റെ മേൽഭാഗത്തൊന്നുമില്ല. എപ്പോഴും സൂര്യപ്രകാശവും വെളിച്ചവും ഒക്കെ ഉള്ള മാനസരോവരത്തില് ആരും അഴുക്കുകൊണ്ട് അത് പൊല്യൂട്ട് ചെയ്യാനും ഇടയില്ല. അതേസമയം നമ്മുടെ മനസ്സാകുന്ന മാനസരോവരത്തില് എപ്പോഴും നമുക്ക് 5-6 ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. കാമക്രോധാദികളാകുന്ന ഇതൊന്നും അത് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ ഇഷ്ടമല്ല. കാരണം എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ എല്ലാ പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മുടെ തന്നെ അംശമാണെന്ന് തിരിച്ചറിഞ്ഞാല്, അവരിലെല്ലാം ഉള്ളത് അമ്മയാണെന്ന് അറിഞ്ഞാല്, അത് കുപ്പയായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് വീഴുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. കാരണം അത് അമ്മ ജഡ്ജ് ചെയ്തോളും, അല്ലെ? എല്ലാവരുടെയും തലമനുസരിച്ച് അവരുടെ ഉള്ളിൽ വിദ്വേഷമാണോ സന്തോഷമാണോ നമുക്കറിയേണ്ട കാര്യമില്ല. വിദ്വേഷമുള്ളവരുടെ കാര്യം അമ്മ നോക്കിക്കോളും, സന്തോഷമുള്ളവരുടെ കാര്യം അമ്മ നോക്കിക്കോളും. അത് അമ്മയ്ക്ക് വിട്ടേക്കുക. നമ്മൾ ഒരു ജഡ്ജ്മെന്റ് ആരും ജഡ്ജ് ചെയ്യാനോ അവരോട് വിരോധം വയ്ക്കാനോ ഒന്നും വെക്കണ്ട. നമുക്ക് വിരോധം എന്ന് തോന്നുന്ന നമ്മളുമായിട്ട് ചേർന്ന് പോവാത്തവരെ വിട്ടേക്കുക, അവരുമായിട്ട് സഹകരിക്കാതിരിക്കുക. അല്ലാതെ അവരെ ജഡ്ജ് ചെയ്ത് അവരെ ഇങ്ങനെ എന്താ പറയാ എപ്പോഴും വിമർശിക്കാനൊന്നും നമുക്ക് അധികാരമില്ല. അത് അമ്മ ഏറ്റെടുത്തോളണം. കാരണം നമ്മളെ സൈന്യം എന്തിനാ അവിടെ അതിർത്തിയിൽ നിർത്തിയിരിക്കുന്നത്? അവരെടുത്തോളും. നമ്മൾ പോയിട്ടാണോ? നമ്മൾ ഇത്രയും സന്തോഷമായിട്ട് ഇത്രയും സേഫ്റ്റിയോടെ നമ്മുടെ വീടുകളിൽ കഴിയുന്ന എന്താ? അതിർത്തിയിൽ ഇത്രയും പട്ടാളക്കാർ നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെ? അവർക്കറിയാം ഒരു നുഴഞ്ഞു കയറ്റം ഇല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ സേഫ്റ്റിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അപ്പൊ അവർ വെടിവെച്ചിടും. ഒരു കുഞ്ഞിനെ പോലും അകത്ത് കയറ്റില്ല. അപ്പൊ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്തിൽ സന്തോഷമായിട്ട് ഭയമില്ലാതെ കഴിയുന്നത്. അതുപോലെ അമ്മയുണ്ടെങ്കില്, അമ്മയാണ് പാതുകാപ്പ് തരുന്നെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം അമ്മ? കാരണം അമ്മ നോക്കിക്കോളൂ. ഒരു അഴുക്കും അതിനകത്ത് വീഴാതെ അമ്മയുടെ ആ ഇരിക്കുന്ന സ്ഥലം ശുദ്ധമായിരിക്കണം. ഒരു അഴുക്കും അതിലില്ല. അതുകൊണ്ടാണല്ലോ അമ്മ അവിടെ ഇരിക്കുന്നത്. അതുപോലെ എന്റെ മാനസ സരസിലും ഒരു അഴുക്ക് വീഴാതെ എന്നെ കാത്തുകൊള്ളണേ. ഭാരതീയര് ഒരു ഉയർന്ന ദേവി ഉപാസകനാണ്. അപ്പോ അദ്ദേഹം ഇങ്ങനെയാണ് ദേവിയെ കണ്ടിരുന്നത്. ഇനി രണ്ടാമത് ഈ തമിഴ്നാട്ടിലെ ഓരോരോ കവികളെ കുറിച്ച്, അതായത് അവരെല്ലാം തന്നെ ദേവി ഉപാസകരാണ്. നോക്കുമ്പോ ഇതിനകത്ത് ആരുപോലും എല്ലാവരും ഉയർന്ന വാഗ്മികള് അല്ലെങ്കിൽ കാവ്യങ്ങൾ രചിക്കുന്നവരാണ് നമുക്ക് കാണാം. അപ്പൊ ദേവിയുടെ അനുഗ്രഹം അവരെ എവിടെയാ എത്തിച്ചേക്കുന്നത്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വള്ളനാർ എന്ന് പറയുന്ന വള്ളനാർ പെരുമാൾ. വളരെ വളരെ വിശേഷമാണ് തമിഴ്നാട്ടില്. അങ്ങനെ ഒരു മഹാൻ ഉയർന്ന ശിവഭക്തനായിരുന്നു വള്ളനാർന്ന്. നമുക്ക് വെറുതെ നിങ്ങൾ അടിച്ചു നോക്കുകയാണെങ്കിൽ തന്നെ കിട്ടും അദ്ദേഹത്തെ കുറിച്ച്. വലിയൊരു നല്ല രസമാണ് അദ്ദേഹത്തിന്റെ കഥകളെല്ലാം തന്നെ. അപ്പൊ ഭഗവാന്റെ നടരാജ രൂപമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഉപാസനാ മൂർത്തി എന്ന് പറയുന്നത്. ശിവഭക്തനാണ്. തന്റെ പേര് രാമലിംഗം എന്നായിരുന്നു. പക്ഷെ ആ രാമലിംഗം എന്നുള്ള പേരിൽ അത്രയും ലിംഗം എന്ന് പറഞ്ഞ ശിവലിംഗമാണ്. പക്ഷെ എന്തിന് രാമൻ പോലും എന്റെ പേരിൽ വേണ്ട എന്ന് പറഞ്ഞ്, വേണ്ടെന്നല്ല അത് മാറ്റിയിട്ട് ഇദ്ദേഹം ചിദംബര രാമലിംഗം എന്ന് സ്വന്തം പേര് മാറ്റി. കാരണം ചിദംബരേശ്വരൻ ആ നടരാജമൂർത്തിയാണ് ഇദ്ദേഹത്തിന്റെ ഇഷ്ടദേവത. എപ്പോഴും എന്ത് പറഞ്ഞാലും ചിദംബരം മൂർത്തിയെ കുറിച്ച് മാത്രമേ ഇദ്ദേഹത്തിന് പറയാനുള്ളൂ. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നടരാജ പെരുമാൾ ഈ കുട്ടിക്ക് അനുഗ്രഹം കൊടുത്തു എന്നാണ് പുരാണം പറയുന്നത്. കാരണം ചെറിയ കുഞ്ഞായിരിക്കുമ്പോ അമ്മ ഇദ്ദേഹത്തെയും കൂട്ടി ആ ചിദംബര ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പൊ അവിടെ ചേട്ടന്മാരും ഒക്കെ താഴെ നടന്ന് ഇദ്ദേഹത്തെ ഒക്കത്തെടുത്ത്, അത്രയും പ്രായമേ ഉള്ളൂ, 7-8 മാസമുള്ള കുഞ്ഞായിരുന്നു ഇദ്ദേഹം. അപ്പൊ ഇങ്ങനെ ഒരു ഒക്കത്തെടുത്തുകൊണ്ട് അമ്മ ക്ഷേത്രത്തിനകത്ത് മറ്റു കുട്ടികളെയൊക്കെ കൈ പിടിച്ചുകൊണ്ട് നടന്നുപോയി. അങ്ങനെ ചിദംബര ക്ഷേത്രത്തിലെത്തി ചേട്ടന്മാരും ഒക്കെ ആയിട്ട്. അപ്പോ അമ്മ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ആ ഒരു ഗർഭഗൃഹത്തിന്റെ മുമ്പിൽ നിന്ന് ദർശനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ കുഞ്ഞിനെ നോക്കി ഗർഭഗൃഹത്തില് ഭഗവാൻ എന്തോ ഒരു കൈമുദ്ര കാണിച്ചു. ഈ കുഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്ത് തലയനക്കുകയും ചെയ്തെന്ന് പിൽക്കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 8-9 മാസം ഉള്ളപ്പോ ക്ഷേത്രനടയില് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോ ആ ഒരു മൂർത്തിയായിരിക്കണം, നമ്മൾ പറയില്ല മൂർത്തി സ്വരൂപം, അതായത് അനങ്ങാൻ പറ്റാത്ത നമുക്കൊരു തത്വത്തെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹം.
ആ വിഗ്രഹത്തിന്റെ കൈയെടുത്ത് ഈ കൊച്ചു കുഞ്ഞിന് എന്തറിയാം, അകത്തിരിക്കുന്നത് ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ ഒന്നും അറിയാത്ത പ്രായത്തില്, 1 വയസ്സിന് താഴെയുള്ള കുട്ടി. ആ കുട്ടിയെ നോക്കിയിട്ട് ശിവ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട്. അപ്പൊ നോക്കൂ എത്ര നിഷ്കളങ്കമാണ് ആ കുട്ടിന്ന്. അത് അകത്തേക്ക് നോക്കിയപ്പോ നമ്മൾ ചിലപ്പോ ചില കുട്ടികളെ നമ്മളെ ക്യൂവിലൊക്കെ നിൽക്കുമ്പോ വേറുള്ളവരുടെ കയ്യിലിരിക്കുന്ന കുട്ടികൾ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ചുമ്മാ എന്തെങ്കിലും കണ്ണടച്ച് കാണിക്കും ഇല്ലേ, കയ്യിൽ പിടിക്കും, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ണടച്ച് സാധാരണഗതി എല്ലാരും ചിരിക്കും. അപ്പൊ അതുപോലെ ഇദ്ദേഹം ശിവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചിദംബരമൂർത്തിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തോ ഒരു മുദ്ര കാണിച്ചു. എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് അദ്ദേഹം വലുതായപ്പോ പറയുന്നുണ്ട്, ഞാൻ ആ മുദ്ര കണ്ടു. അദ്ദേഹം പറഞ്ഞു തിരിച്ചു വരണം എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം നീ എൻ്റെ അടുത്ത് തന്നെ വരണം, മറക്കല്ലേ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഫ്രണ്ട്സിനെയൊക്കെ പോലെ. അതുപോലെ ശിവൻ ഗർഭഗൃഹത്തിൽ ഇരുന്ന് ഈ കുഞ്ഞിന്റെ അടുത്ത് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, നീ എൻ്റെ അടുത്ത് വന്നേക്കണം. അപ്പൊ ഈ കുട്ടി തലകുലുക്കി സമ്മതിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്. ആ അടയാളം അത് ഞാൻ ശിവപെരുമാൾ ആണെന്നുള്ളതിന് അന്നേ എനിക്ക് ബോധ്യം വന്നിരുന്നു എന്നാ പറയുന്നത്, ഇത്ര ചെറിയ ഒരു കുട്ടിക്ക്. അദ്ദേഹം ഏത് തലത്തിലുള്ള ആളാണെന്ന് നമുക്ക് ചിന്തിക്കാം അല്ലെ. അതുകൊണ്ട് എന്താ പറയാ, പേര് പോലും പിന്നെ ചെന്നിട്ട് സംസാരിക്കാറായപ്പോ 3 വയസ്സൊക്കെ ആയപ്പോ ആ കുട്ടി ചിദംബര രാമലിംഗം എന്ന് മാറ്റി. എനിക്ക് എന്റെ ഭഗവാൻ, എന്റെ അച്ഛനാണത്. അദ്ദേഹത്തെ സാധാരണ നമ്മള് അച്ഛന്റെ പേരാണ് ചേർത്ത് വെക്കുക അല്ലെ. നമ്മള് സാധാരണ ആൺകുട്ടികൾക്കെല്ലാം അച്ഛന്റെ പേരാ വെക്കുക, പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെ. ഇദ്ദേഹം അവിടെ പറഞ്ഞു എന്റെ അച്ഛൻ ആരാണ്, ചിദംബരമാണ്, ആ ചിദംബരനാഥനാണ്, അതുകൊണ്ട് എന്റെ പേര് ചിദംബര രാമലിംഗം, ഇല്ലെങ്കിൽ രാമലിംഗ ചിദംബരം എന്നൊക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. അത്രയ്ക്കും ഒരു എന്താ പറയാ, ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ആ ഒരു അറ്റാച്ച്മെന്റ്. ആ ഒരു അദ്ദേഹം ഒരു വലിയ അമ്പാൾ ഉപാസകനുമായിരുന്നു. ഇദ്ദേഹം ശിവനെ മാത്രമല്ല ദേവിയുടെ അടുത്ത് ഭയങ്കര ആ ഒരു ഉപാസകൻ തന്നെയായിരുന്നു. തിരുവറ്റിയൂർ വടുവുടയമ്മൻ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലുള്ള ഒരു എന്താ പറയാ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ. അവിടെ എപ്പോഴും ഇദ്ദേഹം പോയിട്ട് ഈ വള്ളനാർ അവിടെ പോയിട്ട് എന്താ പറയാ ഈ രാമലിംഗ സ്വാമികൾ അവിടെ പോയി തൊഴുതിട്ടേ പോവുള്ളൂ. കാരണം ദേവിയും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇദ്ദേഹത്തിന്. ഇദ്ദേഹം ചെന്നൈയില് തന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു താമസം. അപ്പൊ ചേട്ടത്തി അമ്മ എന്ന് പറഞ്ഞാല് സ്വന്തം അമ്മയെ പോലെ ആയിരുന്നു. അപ്പൊ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഏത് നേരവും വേറെ ചിന്തകളാണ്. അങ്ങനെ ഒരു ജോലിയിലും ഇദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. സാധാരണ ഉള്ള ഭക്തന്മാരെല്ലാം ഇങ്ങനെയാണ്, അവരുടെ മനസ്സ് എപ്പോഴും വേറെ ഈശ്വരനിൽ തന്നെയായിരിക്കും ലയിച്ചിരിക്കുന്നത്. അവർക്ക് എന്തിലെങ്കിലും വേറെ ഭൗതിക കാര്യങ്ങൾക്ക് പണം ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള അതിലിങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇദ്ദേഹം അങ്ങനെയാണ്, ജോലിക്കൊന്നും പോയി പണം ഉണ്ടാക്കണം, പണം സമ്പാദിക്കണം, വീട് വെക്കണം, ഇങ്ങനെ ഒന്നും ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാത്തതിൽ വീട്ടുകാർക്കും ചേട്ടനുമൊക്കെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താണെന്ന് അവർക്കറിയില്ല. അപ്പോ ചേട്ടൻ പറയും, എന്താണ് നീ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ, നിനക്ക് എന്താ പണമൊക്കെ ഉണ്ടാക്കണ്ടേ, ജോലി ചെയ്യണ്ടേ എന്നൊക്കെ ഒരു വിഷമം ചേട്ടന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് പറയുകയുണ്ടായിരുന്നു. ഒരു ദിവസം ഈ വടിയുടെ അമ്മനെ കണ്ട് തൊഴുതതിന് ശേഷം രാത്രി വൈകിയാണ് ഇദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നത്. അമ്പലത്തിൽ ചെന്ന് ചുമ്മാ ഇങ്ങനെ ഇരിക്കും ക്ഷേത്രത്തില്. അവിടെ ചെന്ന് അകത്തെ അമ്മയൊക്കെ നോക്കി എന്താ പറയാ, സ്വന്തം വീട്ടിൽ ചെന്നിരിക്കുന്ന പോലെ രാത്രി വൈകി അവിടെ ഇരുന്ന് തൊഴുതിട്ടൊക്കെ വരുള്ളൂ. കാരണം വീട്ടിൽ ഇങ്ങനെ അത്ര ഒരു സന്തോഷമില്ല, തനിക്ക് ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ല. ഇതൊക്കെ ആയതുകൊണ്ട് വീട്ടുകാരുമായിട്ട്, അതായത് ഈ ചേട്ടനുമായൊക്കെ ആയിട്ട് ഒരു ചെറിയ മനസ്സിന് പ്രശ്നമുള്ളതുകൊണ്ട് നേരത്തെ വീട്ടിൽ വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുമായിരിക്കാം ക്ഷേത്രത്തിൽ തന്നെ ഇരുന്നിട്ട് രാത്രി വൈകിയൊക്കെ വരുന്നത്. അപ്പൊ അന്ന് ഒരു ദിവസം ചേട്ടനും ചേട്ടത്തിയമ്മയും കിടന്നു. അവര് എന്താ പറയാ ഉറങ്ങാൻ കിടന്നു. കാരണം വന്നപ്പോ കതക് അടച്ചിരിക്കുന്നു. സാധാരണ കതക് തുറന്നു വെക്കും, ഇദ്ദേഹത്തിന് ആ ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് അവര് കതക് അടയ്ക്കുക. അപ്പൊ ഇദ്ദേഹം വന്നപ്പോ അവിടെ എന്താ പറയാ കതക് അടച്ചിരിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒന്നും മിണ്ടാതെ എന്ത് ചെയ്തു, വള്ളനാർ അവിടെ ആ ഒരു വരാന്തയില് തിണ്ണയില് ആ ഒരു ദേവിയും ശിവപെരുമാളെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അവര് കൈലാസത്തിൽ എങ്ങനെ ഇരിക്കും, അവരുടെ ഓരോ കഥകളൊക്കെ എങ്ങനെ മനോകാമനയിലൊക്കെ കണ്ട് അങ്ങനെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഭക്ഷണം കഴിച്ചില്ല എന്ന് പോലും അദ്ദേഹം മറന്നുപോയി. അപ്പൊ പാതിരാത്രി ആയപ്പോ ചേട്ടത്തി ഉണർന്നു. അപ്പൊ ചേട്ടത്തിക്കൊരു പെട്ടെന്ന് അയ്യോ, തന്റെ അനുജൻ, തന്റെ ഭർത്താവിന്റെ അനിയൻ അമ്പലത്തിൽ നിന്ന് വന്നു കാണുമല്ലോ, ഈശ്വര ഞാൻ ചെയ്തത് തെറ്റല്ലേ, അദ്ദേഹത്തിന്റെ ഭക്ഷണം ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്, കൊടുത്തില്ലല്ലോ, കതകടച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടിക്കാണുകയില്ല. പെട്ടെന്ന് ഈ അമ്മ ചാടി എണീറ്റിട്ട് ഒരു ഇലയില് എല്ലാം എടുത്ത് പൊതിഞ്ഞിട്ട്, കാരണം വെളിയിലെ ഭർത്താവ് അത്ര ഒരു സ്നേഹമൊന്നും ഇപ്പൊ അനിയനോടില്ല, അതുകൊണ്ട് ഭർത്താവിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞ് ഇതെല്ലാം പൊതിഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തെ കതക് തുറന്ന് അദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന വള്ളനാര് ചോദിച്ചു, ചേട്ടത്തിയമ്മ എന്തിനാ എന്നെ വിളിക്കുന്നത്, എനിക്കിപ്പോഴല്ലേ ഭക്ഷണം കിട്ടിയത്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ കിടന്നത്. ചേട്ടത്തിയമ്മ വിചാരിച്ചു അവരെ കളിയാക്കുകയാണ്, ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ട് കളിയാക്കുകയാണെന്നാണ് അവര് വിചാരിച്ചത്. അപ്പൊ
നീ എന്താണ് അങ്ങനെ പറയുന്നത്? ഭക്ഷണം കഴിക്കും, എനിക്ക് ഞാൻ മറന്നുപോയി, ഉറങ്ങിപ്പോയത് കൊണ്ടാണ്, നീ ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞു വീണ്ടും വീണ്ടും പറഞ്ഞപ്പോ എന്താണ് ഇദ്ദേഹം വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ പറയുന്നത്. പെട്ടെന്ന് ഈ ചേട്ടത്തി അമ്മ നോക്കിയപ്പോ വെളിയിൽ മുറ്റത്ത് നിലാവിന്റെ വെളിച്ചത്തില് ഒരു ചോറുണ്ട ഇല പൊതിഞ്ഞ്, നമ്മൾ ഉണ്ടിട്ട് ഇല കളയാറുണ്ടല്ലോ, അതുപോലെ ആ ഭക്ഷണം എച്ചിലില കിടക്കുന്നത് അവര് കണ്ടു. മാത്രമല്ല വെളിയിൽ ഒരു പൈപ്പുണ്ട്, ആ പൈപ്പിന്റെ താഴെ ആ ഒരു വെള്ളം നനഞ്ഞ്, നമ്മൾ കൈ കഴുകുമ്പോൾ വെള്ളം വീഴുന്ന പോലെ വെള്ളവും നനഞ്ഞു കിടക്കുന്നു. അപ്പൊ ഇത് എന്താ പറയാ, ആ മണ്ണ് നനഞ്ഞു കിടക്കുകയാണ്. രണ്ടുപേർക്കും പെട്ടെന്ന് കാര്യം മനസ്സിലായി. വിശന്ന് കിടന്ന തന്റെ മകന് വേണ്ടിയിട്ട് സാക്ഷാൽ ജഗദംബികയാണ് വേഷം മാറി ഭക്ഷണം കൊടുത്തത് എന്ന സത്യം വള്ളനാർക്ക് മനസ്സിലായി. ഇത് തന്നെ എന്താ പറയാ, ചേട്ടത്തി അമ്മയ്ക്കും ആരോ ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ദേവിയാണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. പക്ഷെ എന്റെ സഹോദരൻ ഭക്ഷണം കഴിച്ചിട്ടാണ് തുടങ്ങിയ, കള്ളം പറഞ്ഞല്ല എന്ന് അവർക്കും മനസ്സിലായി. തന്നെ ശരണാഗതി ചെയ്യുന്ന മക്കളുടെ ഓരോ കാര്യവും അമ്മ നോക്കുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണിത്. കാരണം ഇതിനപ്പുറം വേറെ തെളിവുണ്ടോ? അല്ലെ, ചേട്ടത്തി അമ്മയുടെ രൂപത്തിൽ വന്ന് ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന തന്റെ മകന് രാത്രി വരെ അവിടെ ഇരുന്നു അമ്മയെ കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത്. ആ കുട്ടി ഉറങ്ങാതെ കിടക്കുകയാണ്. അല്ലെ, ഏറ്റവും അമ്മമാർക്ക് ദുഃഖം എന്താ? മക്കള് ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നത്. ഇനിയിപ്പോ അവര് കുറച്ചൊക്കെ കഴിച്ചിട്ട് കിടന്നാൽ പോലും വയറു നിറച്ച് കഴിച്ചില്ലല്ലോ എന്ന് അമ്മമാരുടെ ദുഃഖം. അവരെ എത്ര ഉറക്കാണെങ്കിലും അവരിനി എത്ര അസുഖമായിട്ട് കിടന്നാലും വിളിച്ചിട്ട് കുറച്ചെങ്കിലും കഴിച്ചിട്ട് കിടക്കൂ. എല്ലാ അമ്മമാരും, ഒരു വിധത്തിലുള്ള എല്ലാവരും, അവര് കഴിക്കാതെ കിടന്നാൽ ഈ അമ്മയ്ക്ക് ഒരിക്കലും എന്താ പറയുന്ന സന്തോഷത്തോടെ കഴിക്കാൻ പറ്റില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അവര് വിളിച്ച് 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 കുറച്ചെങ്കിലും കഴിച്ചിട്ട് കിടക്കുമ്പോൾ സമാധാനമുണ്ട്. ഈ ജഗദമ്പിയും സാധാരണ ഒരു അമ്മയും തമ്മിൽ ഇവിടെ എന്താ വ്യത്യാസം? കാരണം അവിടെ ആ ഒരു തൃക്കോവിലിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വന്തം മകന് ഭക്ഷണം കൊടുത്തിട്ട് ആണ് അമ്മ തിരിച്ചു പോയിരിക്കുന്നത്. അപ്പോ അമ്മ എന്താ പറയാ, തന്റെ ഇഷ്ടപ്പെട്ട താമസ സ്ഥലം എവിടെയാ അമ്മയുടെ? ഇവിടെ ഇന്ന് നമ്മൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അമ്മയ്ക്ക് താമസിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തന്റെ ഭക്തന്മാരുടെ മനസ്സാണ്, തന്റെ മക്കളുടെ മനസ്സാണ്. ആ മനസ്സില് വിഷമങ്ങൾ ഉണ്ടായാല് അത്രയും ഭക്തിയോടെ നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കുന്ന ആ കുട്ടിയെ, ആ മകനെ, മകളെ അമ്മ വന്ന് സഹായിക്കാതെ അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. ആ ഒരു നമ്മൾ അറിയുന്നില്ല, പക്ഷെ അമ്മയ്ക്ക് അത് വിഷമമാണ്. നമ്മുടെ അതേ ആറ്റിറ്റ്യൂഡ്, ഒരു അമ്മയുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ജഗദംബികയ്ക്ക് ആ അമ്മയുടെ മക്കളോടും. അപ്പൊ ആ മനസ്സിൽ കുറച്ച് സ്ഥലം നമ്മൾ കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഇരുന്ന് എന്താ പറയാ, അവിടെ ഇരുന്ന് അവർക്ക് എന്ത് വേണം അതെല്ലാം നടത്തി കൊടുക്കുന്നവളാണ് ദേവി. ഒരു പ്രതിഫല ഇച്ഛയില്ലാതെ ഒന്നും തിരിച്ചു കൊടുക്കണ്ട. നമ്മളാണെങ്കിൽ മനസ്സിൽ പല ദൈവങ്ങളെ കുത്തി നിറച്ച് വെച്ചിരിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് അവിടെ കുറച്ച് സ്ഥലം അവരെ എല്ലാം ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഈ അമ്മയ്ക്ക്, ജഗദംബികയ്ക്ക് കൊടുത്താല് പിന്നെ നമ്മൾ വേറെ ആരുടെ അടുത്തും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുകയാണ്. ഇവരെല്ലാം തന്നെ ഈ വള്ളനാറെ കുറിച്ചൊക്കെ നമ്മൾ എന്താ പറയാ, അതിപ്രശസ്തമായിരിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. കാരണം അത്ര ഉയർന്ന ഒരു ശിവഭക്തനായിരുന്നു. ഇനി നമ്മൾ അടുത്ത ഒരു കഥ കേൾക്കാൻ പോകുന്നത് ഏറ്റവും വളരെ പ്രശസ്തനായിരിക്കുന്ന ആ കാവേരിക്കരയിലെ ഭാസ്കര രാജപുരം എന്ന ഒരു സ്ഥലത്തെ, ആ സ്ഥലം ആ പേര് വരാൻ തന്നെ കാരണം അവിടുത്തെ ഏറ്റവും വലിയ ഉപാസകനായിരിക്കുന്ന ഭാസ്കരരായർ മഹി എന്ന് പറയുന്ന ഉയർന്ന ഒരു ദേവി ഉപാസകനെ കുറിച്ചാണ്. അദ്ദേഹത്തെയാണ് ഏറ്റവും ഉയർന്ന അമ്പാൾ ഉപാസകൻ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ദേവിയെ മാത്രം ഉപാസിച്ചുകൊണ്ട് ഇന്നും ദേവി ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം രചിച്ച പുസ്തകങ്ങൾക്കാണ് പ്രാമാണ്യം. സൗഭാഗ്യ ഭാസ്കരം, ലളിതാ സഹസ്രനാമ ഭാഷ്യം, ഭരിവസ്യ പ്രകാശം, സേതുബന്ധം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അനേകം ദേവീ ഗ്രന്ഥങ്ങൾ. ഈ 3 ഗ്രന്ഥങ്ങളും വളരെ വളരെ, അതായത് ദേവീ ഗ്രന്ഥങ്ങളിൽ തന്ത്രശാസ്ത്രത്തെ കുറിച്ചും ദേവീ ഉപാസനകളെ കുറിച്ചും ഒക്കെ എല്ലാം എഴുതിയിരിക്കുന്നത് ഈ ബുക്കിലാണ്. ഇതിനെയാണ് ഇതൊക്കെ നമ്മൾ ശ്രീവിദ്യ ഉപാസനയിൽ ഉയർന്ന പുസ്തകങ്ങളായിട്ട് സേതുബന്ധം ആശ്രയിച്ചാണ് പല കാര്യങ്ങളും പലതും നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉയർന്ന പുസ്തകങ്ങളെല്ലാം എഴുതിയ ഒരാളാണ് ഭാസ്കരരായർ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തില് എന്താണ്, ഇദ്ദേഹം ഒരു മികച്ച ഉപാസകനാണെന്ന് ലോകത്തെ കാണിക്കാൻ ഇദ്ദേഹമല്ല ശ്രമിച്ചത്, ഇത് മുഴുവനും അമ്മയാണ് ചെയ്തത്. കാരണം എന്താ, ഇദ്ദേഹത്തെ ലോകം അറിയണം. അമ്മ അവിടെ ഒരു തിരുവിളയാടൽ നടത്തി എന്നാ പറയുന്നത്. കാരണം അമ്മയുടെ നമ്മള് ഈശ്വര സംബന്ധമായിട്ട് പറയുന്നതിനാലും നമ്മൾ ചേർത്ത് തിരുക്കോവിൽ അല്ലെ, തൃക്കൈ. അപ്പൊ അമ്മ അവിടെ വന്നിട്ട് എന്റെ മകൻ കാരണം ഇത്രയും വലിയ ഉപാസകനാണ്, ലോകം അറിഞ്ഞെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ കഥകൾ അറിഞ്ഞ് ഇദ്ദേഹത്തെ പോലെ ആയിത്തീരണമെങ്കിൽ എന്ത് വേണം, ലോകം അറിയണം. അതിനുവേണ്ടി അമ്മ തന്നെയാണ് പല പല കാര്യങ്ങൾ അവിടെ ചെയ്തെന്ന് പറയണു. അത്രയ്ക്ക് ഉയർന്ന ഒരു ഉപാസകനാണ് ഇദ്ദേഹം. ദേവി നടത്തിയിട്ടുണ്ടെന്നാ പറയുന്നത്. ദേവിയുടെ പേര് എന്താ? അവ്യാജ കരുണാമൂർത്തിയാണ് അല്ലെ.
ഒരു വ്യാജവും ഇല്ല. വ്യാജമുള്ളവരടുത്ത് അമ്മയെ കാണാൻ പറ്റില്ല. ഉള്ളില് വ്യാജം വെച്ചുകൊണ്ട്, അല്ലെ? ഒന്ന് വെച്ചുകൊണ്ട് വേറൊന്ന് നമുക്ക് പുറത്ത് ആളുകളെ പറ്റിക്കാം, പക്ഷെ അമ്മയെ പറ്റിക്കാൻ പറ്റില്ല. അമ്മ അവ്യാജമാണ്. അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് കലർപ്പില്ലാത്തതാണ്. ആ എല്ലാ മക്കളോടും അമ്മയ്ക്ക് ഒന്ന് മനസ്സിൽ വെച്ച് വേറൊന്ന് കാണിക്കാൻ അറിയില്ല. അമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്ന് കരഞ്ഞാല് അമ്മ വിചാരിക്കും അവർക്ക് ദുഃഖമാണെന്ന്. അവർക്ക് ദുഃഖം വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. അത് അമ്മയുടെ കുറ്റമല്ല. നമ്മൾ എന്താണോ അമ്മയുടെ മുമ്പിൽ ചെന്നിരുന്ന് ആഗ്രഹിക്കുന്ന അതാണ് നമുക്ക് വരുന്നത്. അമ്മ അവ്യാജ കരുണാമൂർത്തിയാണ്, നിത്യ തൃപ്തയാണ്, ഇല്ലേ? നിത്യ ആനന്ദവതിയാണ്. അപ്പൊ നമുക്ക് ആനന്ദമാണ്. അമ്മയുടെ മുമ്പിൽ സന്തോഷമായിട്ട് ചെന്ന് നിന്ന് തൊഴണം. അപ്പൊ നമുക്ക് അമ്മയുടെ സന്തോഷം നമ്മളിലേക്ക് കിട്ടും. എന്താ പ്രതിബിംബം? നമ്മുടെ ഉള്ളിൽ എന്താ വരേണ്ടത് അത് നമുക്ക് വെളിയിൽ ചെന്ന് അവിടെ നിൽക്കുമ്പോ അവിടെ വെറും പ്രതിബിംബമാണ്, ബിംബം ഉള്ളിലാ. അപ്പൊ അവിടെ എന്താ, ഇവിടെ എന്തോ അവിടെ, അല്ലെ? അപ്പൊ നമ്മൾ ഒരിക്കലും ഈശ്വരന്റെ മുമ്പിൽ ചെന്ന് ആവശ്യമില്ലാതെ കരയരുത്. ആനന്ദാശ്രുക്കൾ വേറെ, ഈ പറഞ്ഞ എന്താ പറയാ താപത്രയങ്ങൾ കൊണ്ട് കരയുന്നത് വേറെ. ഒരിക്കലും അമ്മയുടെ മുമ്പിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അപ്പൊ എന്താണ്, അമ്മ ആ ഒരു അവ്യാജ കരുണാമൂർത്തിയാണ്. അമ്മയ്ക്ക് വലിയ വലിയ ആഡംബരങ്ങൾ ഒന്നും കൊടുക്കണ്ട. ചെറിയ ചെറിയ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ മനസ്സോടെ കൊടുത്താല് ആ തൃപ്തിയുള്ളവളാണ് ദേവി. ദേവിയുടെ പേരാണ് നിത്യതൃപ്ത. നിത്യതൃപ്ത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളാണ് ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞു, അത് തൃപ്തിയായി, അടുത്ത ദിവസം വീണ്ടും അടുത്ത ദുഃഖം വന്നു, അല്ലെ? അമ്മയാണെങ്കിലോ, കാരണം ഈ പ്രപഞ്ചം മുഴുവനും അമ്മയുടെ, ഇവിടെ അമ്മയ്ക്ക് ആഗ്രഹിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ തന്നെ ഓണർഷിപ്പിൽ ഇരിക്കുമ്പോൾ അവിടെ എന്ത് ആഗ്രഹിക്കാനാണ്? അതുകൊണ്ട് അമ്മയ്ക്ക് പേര് നിത്യതൃപ്ത എന്നാണ്. മാത്രമല്ല, എന്ത് ചോദിക്കുന്നോ അതിലും അധികം തരുന്നവൾ. വാഞ്ചിതാർത്ഥ ഫലദായിന്യേ നമ. പിന്നെ സൗന്ദര്യലഹരിയിൽ ഭഗവത്പാദർ പറയുന്നത് എന്താ? വാഞ്ചാസം അധികം, ചോദിക്കുന്നതിന്റെ 5 ഇരട്ടി കൊടുക്കുന്നവൾ. നമ്മൾ ഇത്ര 1 സ്പൂൺ ചോദിച്ചാൽ 10 സ്പൂൺ തരും. മക്കളാണ് ചോദിക്കുന്നത്, വേറെ ആരുമല്ല, അല്ലെ? നമ്മളിപ്പോ രണ്ടുപേരും, നമ്മുടെ മകനും വേറൊരാളും വന്ന് നിന്നാല് തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഒരമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ല. എങ്കിലും നമ്മൾ കുറച്ച് കൂടുതൽ കൊടുക്കുന്നത് മക്കൾക്കായിരിക്കും, അല്ലെ? മറ്റേ ആൾക്ക് കുറച്ച് കുറവെന്നല്ല, ആ സന്തോഷത്തോടെ കൂടുതൽ കൂടുതൽ കൊടുക്കാൻ. ഇനി വേണോ വേണോ എന്ന് ചോദിക്കുന്ന ആരോടാ? സ്വന്തം മക്കളോട് തന്നെയാണ്. അതാണ് ആ ഒരു ബന്ധം. ഇവിടെ അമ്മയ്ക്ക് എല്ലാവരും മക്കളാണ്. അമ്മയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ആ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വാഞ്ചാസം അധികം, ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കുന്നവൾ. അംബികയെ ചരൺ പുകുന്താൽ അധിക വരം പെറലാം എന്ന് ഭാരതിയാർ എപ്പോഴും പാടാറുണ്ട്. അംബികയെ, ദേവിയെ ആ ചരണത്തില് ശരണാഗതി ചെയ്താല് അധിക വരം, ഒരു വരം ചോദിച്ചാല് കുറെ വരങ്ങൾ കൊടുക്കും. അതാണ് അമ്മ. അപ്പൊ കുറച്ച് ചോദിച്ചാൽ മതി, ധാരാളം ലഭിക്കും. അമ്മമാരെല്ലാം അങ്ങനെയാണ്. അപ്പൊ ക്ഷിപ്രപ്രസാദിനി, ഇത് അമ്മയുടെ പേരുകളെല്ലാം ഇവിടെ വരുന്ന നമ്മൾ പറയാൻ കാരണം എന്താ? അമ്മ എങ്ങനെയുള്ള ആളാണ് എന്ന് നമ്മൾ അറിയാനാണ്. എന്ത് ചോദിച്ചാലും വേഗം തരുന്നവൾ, സുലഭാഗതി, അല്ലെ? അപ്പൊ ദുർലഭമായി തരുന്ന അമ്മമാര് വളരെ കുറവാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ശുഭക, അല്ലെ? ശുഭമായ മംഗളത്തെ അനുഗ്രഹിക്കുന്നവൾ, കീർത്തിയെ തരുന്നവൾ. ഇങ്ങനെയുള്ള ദേവിയുടെ പലവിധ ഉപാസനകൾ ചെയ്ത ആളാണ് ഭാസ്കരരായർ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം നമുക്ക് നോക്കാം. കാരണം ഈ ജഗദംബിക എങ്ങനെയാണ് തന്റെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യണതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഭാസ്കരരായർ എന്ന് പറയുന്ന അതിപ്രശസ്തനായിരിക്കുന്ന, അല്ലെ, ഏറ്റവും ഉയർന്ന അമ്പാൾ ഉപാസകനായിരിക്കുന്ന ഭാസ്കരരായര് വടനാട്ടിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ഗംഭീരരായർ എന്ന് പറയുന്ന ആള് ഉയർന്ന ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം തന്റെ മകന് ചെറിയ വയസ്സിൽ തന്നെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് മികച്ച പണ്ഡിതന്മാരുടെ കീഴില് വിദ്യാഭ്യാസം ചെയ്യിച്ച് നല്ല ഉയർന്ന ഒരു നിലയെ കൊടുത്തു ഭാസ്കരരായർക്ക്. അപ്പൊ ആ നന്ദി, എന്താ പറയാ, ആ എപ്പോഴും പറയും തന്റെ അച്ഛൻ കാരണമാണ് തനിക്ക് ഈ വേദങ്ങളും ഉപനിഷത്തും ഒക്കെ പഠിക്കാൻ സാധിച്ചതെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ചുറ്റുപാട്, അദ്ദേഹം ജനിച്ചത് തന്നെ നല്ലൊരു ചുറ്റുപാടിലായിരുന്നു. അദ്ദേഹം പഠിച്ചു. അങ്ങനെ വിവാഹപ്രായമായപ്പോഴത്തേക്ക് അദ്ദേഹം ആനന്ദി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, ഒരമ്മയെ വിവാഹം ചെയ്തു. അപ്പോ ആ ആനന്ദിയും അദ്ദേഹവുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി താമസിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദേവി ഉപാസകനും പൂർണ്ണ ദീക്ഷ കിട്ടിയ ആളുമായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയ്ക്കും ദീക്ഷ കൊടുത്ത് ദേവി ഉപാസനയിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹം അമ്മയുടെ ദീക്ഷാനാമം പത്മാവതി എന്നായിരുന്നു. കാരണം പത്മാവതി അമ്പ എന്നാണ് അദ്ദേഹത്തിന് ആ അമ്മയുടെ ദീക്ഷാനാമം. ഭാസ്കരരായരുടെ ദീക്ഷാനാമം ഭാസുരാനന്ദൻ. പലരും നമ്മൾ ഇദ്ദേഹത്തെ കോട്ട് ചെയ്യുമ്പോൾ ഭാസുരാനന്ദൻ എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ ദീക്ഷാനാമമാണത്. അപ്പൊ അങ്ങനെ ഭാസ്കരരായരുടെ വീട്ടില്, എന്താ പറയാ, ആ ഭാസ്കരരുടെ ഭാര്യയും രണ്ടുപേരും കൂടെ വളരെ സന്തോഷത്തോടു കൂടി തന്റെ ഗുരുവിന്റെ അടുത്ത്, കാവേരി നദിയുടെ അടുത്ത് താമസിക്കാൻ വരണം എന്ന് ആഗ്രഹിച്ചു. ഗുരുവിന്റെ അടുത്ത് ഗുരുവിനെ കണ്ട് സംസാരിച്ച് എപ്പോഴും അവിടെ താമസിക്കണം എന്ന് ആഗ്രഹം. ഇത് അറിഞ്ഞിട്ട് അവിടുത്തെ രാജാവ് ഇദ്ദേഹത്തിന് സ്ഥലം കൊടുക്കുകയാണ്.
അതാണ് ഇന്നത്തെ ഭാസ്കരരായപുരം എന്നറിയപ്പെടുന്നത്. അപ്പം ദേവി അമ്പാള് അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത എന്താ പറയാ കരുണയൊക്കെ വളരെ വളരെ അധികമാണ്. നമുക്ക് അതൊന്നും എന്താ പറയാ പറയാൻ പറ്റില്ല. അത്രയ്ക്കാണ് ഇദ്ദേഹത്തിനോട് ആ അമ്മ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ആ ഒരു തിരുവുടൈ മരുതൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാലിംഗ സ്വാമികൾ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ ഭാസ്കരരായര് ഇദ്ദേഹത്തിന്റെ എപ്പോഴും വണങ്ങുമായിരുന്നു. ഈ തിരുവുടൈ മരുതൂർ എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന ആള് വളരെ ഉയർന്ന ഒരു ദേവി ഉപാസകനും പണ്ഡിതനുമായിരുന്നു. ഇദ്ദേഹം അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ പോവുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് മഹാലിംഗ സ്വാമികൾ. ഈ ഭാസ്കരരായർക്ക് ഇദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. അവിടെ ചെല്ലും, അദ്ദേഹത്തെ കാണും, നമസ്കരിക്കും. അവിടെ ഈ മഹാലിംഗ സ്വാമികളെ കാണാൻ ഒരു സന്യാസി വരാറുണ്ടായിരുന്നു. കാരണം അവിടെ എന്താ പറയാ ഒരുപാട് ആളുകൾ വരും, പണ്ഡിതന്മാരെ കാണാനായിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. അതുപോലെ ഒരു സന്യാസിയും ഈ മഹാലിംഗ സ്വാമികളെ ആ ഒരു വഴിപെടാറുണ്ടായിരുന്നു. ഭാസ്കരരായർ എപ്പോഴും മഹാലിംഗ സ്വാമികളുടെ വരാന്തയിൽ ചെന്നിരിക്കും, അദ്ദേഹവുമായിട്ട് പല പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കും. അപ്പോ ഭയങ്കര സന്തോഷമാണ്. രണ്ടുപേർക്ക് അറിവുള്ളവർ തമ്മിൽ സംസാരിക്കാൻ സമയം പോകുമെന്ന് അറിയില്ല അല്ലെ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ചില സമയങ്ങളിൽ ഈ സന്യാസി വരാറുണ്ട്. അപ്പൊ സന്യാസി വരുന്ന സമയത്ത് എന്താണ് സാധാരണഗതിയിൽ ഗൃഹസ്ഥാശ്രമി എണീറ്റ് നിന്ന് ആദരിക്കുക ഒരു പതിവുണ്ട്. കാരണം സന്യാസി എല്ലാം ത്യജിച്ചവനാണ്. തന്റെ ശരീരം ഉൾപ്പെടെ ത്യജിച്ച ആളാണ് സന്യാസി. അപ്പൊ ഗൃഹസ്ഥാശ്രമി എന്ത് പറഞ്ഞാലും അതിന് താഴെയാണ് അല്ലെ. അപ്പൊ നമ്മളെ എണീറ്റ് നിന്ന് സന്യാസിയെ കാല് തൊട്ട് വന്ദിച്ച് അകത്തേക്ക് കൊണ്ടുവരണം എന്നാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു സാധാരണ കർമ്മമാണ്. അപ്പൊ സാധാരണ ഗൃഹസ്ഥാശ്രമികൾ സന്യാസി വന്നാൽ എന്താ എഴുന്നേറ്റ് മാറി നിൽക്കും. ബഹുമാനിച്ചതിന് അവരിയ്ക്കാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ ഇരിക്കാറുള്ളൂ. അതാണ് നിയമം. എന്നാല് ഈ ഭാസ്കരരായരാണെങ്കിൽ ഈ സന്യാസിയെ കണ്ട ഒരിക്കലും എഴുന്നേൽക്കുകയോ എന്താ പറയാ ബഹുമാനം കാണിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. കാരണം സാധാരണ ഒരാൾ വരുന്ന പോലെ ഇദ്ദേഹം അഹങ്കാരം കൊണ്ടല്ല, ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇത് സന്യാസിയുടെ ഉള്ളില് ചെറിയ കോപം ഉണ്ടാക്കി. കാരണം ഇയാളാണോ ഈ വലിയ മഹാൻ എന്ന് പറയുന്ന വലിയ ദേവി ഉപാസകൻ, ശിഷ്യന്മാരുണ്ടെന്നൊക്കെ പറയുന്നു, ഇയാൾ ഇത്ര അഹങ്കാരിയാണോ അല്ലെ, ഒരു സന്യാസിയെ ബഹുമാനിക്കാൻ പോലും പഠിച്ചിട്ടില്ലേ എന്നൊക്കെ ഉള്ളിൽ വിചാരിച്ചു. കാരണം ഞാനൊരു അപ്പോഴേ സന്യാസിക്ക് ദേഹാഭിമാനം പാടില്ല അല്ലെ. സന്യാസി വിചാരിക്കണം ഞാനൊരു സന്യാസിയാണ് അല്ലെ, എന്നെ ഇദ്ദേഹത്തിനൊന്ന് ബഹുമാനിച്ചാൽ എന്താ, ഞാൻ വരുമ്പോഴെല്ലാം ഇദ്ദേഹം ഇതേപോലെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, എണീക്കുന്നില്ല. അപ്പൊ ഇയാള് നമ്മൾ വിചാരിക്കുന്ന പോലെ ആളുകൾ പറയുന്ന പോലെ വലിയ ഉപാസകനൊന്നുമല്ല. ഉപാസന എന്താ കൊണ്ടുവരുന്നത്, ഉപാസന വിനയം കൊണ്ടുവരും അല്ലെ. ഇദ്ദേഹത്തിന് വിനയമൊന്നുമില്ല, വലിയ ഒരു അഹങ്കാരത്തോടെയാണ് ഇദ്ദേഹം ഇരിക്കുന്നത് എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം ക്ഷേത്രത്തിൽ വെച്ച് ഇവർ തമ്മിൽ കണ്ടുമുട്ടി, പരസ്പരം കണ്ടുമുട്ടി. അപ്പൊ സന്യാസിക്ക് ഇത് എപ്പോഴെങ്കിലും ഇദ്ദേഹത്തോട് പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവിടെ മഹാലിംഗ സ്വാമികളുടെ സാന്നിധ്യത്തിൽ ഇതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് കിട്ടിയപ്പോ ക്ഷേത്രത്തിൽ വെച്ച് ഇദ്ദേഹം ഭാസ്കരരായവരോട് പറഞ്ഞു, ഇദ്ദേഹം സന്യാസിയായെങ്കിൽ ഇദ്ദേഹം സന്യാസി എന്താ പറയുക, ഈ പറഞ്ഞ സന്യാസിക്ക് കുറച്ച് കുറവുകളുള്ളത് ഭാസ്കരരായർക്ക് അറിയാം. പക്ഷെ അദ്ദേഹം ആരോടും ഒന്നും പറഞ്ഞില്ല. അപ്പോ ഈ കുറവുകൾ ഭാസ്കരനായിക്ക് അറിയാമെന്നെങ്കിലും ഈ വെളിയിൽ ഈ ചുറ്റുമുള്ളവരോടൊന്നും പറഞ്ഞില്ല. എന്നാൽ സന്യാസിയാണെങ്കിലോ എപ്പോഴും ഈ തന്റെ ചുറ്റും നടക്കുന്നവരോടെല്ലാം ഭാസ്കരരായരുടെ കുറ്റം പറയും. കാരണം എന്താ, ഇദ്ദേഹം വലിയ അഹങ്കാരിയാണ്, നിങ്ങൾ വിചാരിക്കണു വലിയ ദേവി ഉപാസകനാണ്, ഒന്നുമല്ല. എന്നാൽ ഇയാളെ ബഹുമാനിച്ചില്ല, ഈ സന്യാസിയെ ബഹുമാനിച്ചില്ല എന്ന് പറയാറില്ല. കാരണം അവനവനെ ബഹുമാനിക്കാത്തതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ എന്താ പറയാ, ഇദ്ദേഹം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ ഭക്തനൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ ഒരുമാതിരി കളിയാക്കി ഇദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ ഇവര് തമ്മിൽ കണ്ടു. അപ്പൊ ഈ സന്യാസി വിചാരിച്ചു, ഇപ്പോഴാണ് ഇതിന് തക്ക അവസരം, ഇദ്ദേഹത്തിനോട് തന്നെ നേരിട്ട് പറയാം. എന്തിനാ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്, ഭാസ്കരരായർ അറിയട്ടെ അല്ലെ. അത് എന്താ പറയാ, ഈ സന്യാസി എന്ത് ചെയ്തു, ഭാസ്കരരായരോട് നേരിട്ട് പറഞ്ഞു. അതായത് ഞാൻ വിചാരിച്ചു നിങ്ങൾ വലിയ ഒരു ദേവി ഉപാസകനാണ്, നിങ്ങൾക്ക് വിനയമുണ്ടെന്ന് വിചാരിച്ചു, നിങ്ങൾ ഒരിക്കലും ഞാൻ വരുമ്പോ ഒന്ന് എണീക്കുകയോ എന്നെ ബഹുമാനിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഭാസ്കരരായരുടെ അടുത്ത് നേരിട്ട് പറഞ്ഞു. ഭാസ്കരരായർ ഇന്ന് വരെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ബഹുമാനിക്കാതിരിക്കുന്നതിൽ അങ്ങ് തെറ്റിദ്ധരിക്കരുത്, അതിൽ ചില കാരണങ്ങളുണ്ട്. കാരണം ഞാനൊരു ദേവി ഉപാസകനായിട്ടുള്ള ആളാണ്. കാരണം എനിക്ക് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളെ കാണുമ്പോൾ തന്നെ തെളിഞ്ഞു കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്റെ ഉള്ളിലിരിക്കുന്ന അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ നമസ്കരിച്ചാല് നിങ്ങളുടെ തല പൊട്ടിത്തെറിച്ചു പോകും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോ ഇത് പറഞ്ഞു കേട്ടപ്പോ സന്യാസിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായി. ഓ, ഇയാളുടെ ഉള്ളിലിരിക്കുന്ന അമ്മ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുവോ, ഞാനൊരു സന്യാസിയല്ലേ, ഇയാളെക്കാളും എത്രയോ ഉയർന്ന ആളാണ് ഞാൻ, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാണല്ലോ സന്യാസം.
അപ്പൊ ഞാൻ സന്യാസം സ്വീകരിച്ച് ഇത്രയും ചെറുപ്പത്തിൽ സന്യാസമൊക്കെ സ്വീകരിച്ച് എല്ലാം പഠിച്ച് ഈ വസ്ത്രമൊക്കെ ധരിച്ചു വരുന്ന എന്നെ നമസ്കരിച്ചാൽ തല പൊട്ടി പോകുന്ന അമ്മ പറഞ്ഞെന്നോ? എന്താണ് ഇദ്ദേഹം ഇങ്ങനെ കള്ളം പറയുന്നത്? ഇദ്ദേഹത്തിന് കൂടുതൽ ദേഷ്യമായി. വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ഭാസ്കരരായര് കള്ളം പറയണമെന്ന് എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞു. ഇങ്ങേര് ഭാസ്കരരായർ ഒരു അഹങ്കാരിയാണ്. ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അങ്ങോട്ട് ചോദിച്ചതൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ പോയി ചോദിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ഭാസ്കരരായ ഒരു അഹങ്കാരിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇദ്ദേഹത്തിന്റെ സത്യം നമുക്ക് തെളിയിക്കണം, അല്ലെ? ആ ഊരിലുള്ളവർ, അതായത് ആ സ്ഥലത്തുള്ളവരെല്ലാം കൂടെ വന്ന് ഭാസ്കരരായരെ എന്ത് ചെയ്തു? നിങ്ങൾ ചെന്ന് പറയണം, ഇങ്ങനെ ഒരു അഹങ്കാരിയെ നമുക്ക് വച്ചു പൊറപ്പിക്കാൻ പറ്റില്ല, ഞാനൊരു സന്യാസിയാണെന്നൊക്കെ പറഞ്ഞ് എരികേറ്റിട്ട് ആ സ്ഥലത്തുള്ളവരെല്ലാം കൂടെ വന്ന് ഭാസ്കരരായരെ വന്ന് പറഞ്ഞു, എന്താണ് അങ്ങ് ഇങ്ങനെ കാണിക്കുന്നത്? അങ്ങ് ഒരു സന്യാസി ഇങ്ങനെ ചെയ്യാമോ? അങ്ങനെ ഈ സന്യാസിയുടെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല. അപ്പൊ അദ്ദേഹം മോശമാണെന്നുള്ളതിന് അമ്മ എന്താണ് തെളിവ് നിങ്ങൾ പറയുന്നത്? അമ്മ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ ദേവി ഇരുന്ന് പറയുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ആരെങ്കിലും വിശ്വസിക്കുമോ ഇന്നത്തെ കാലത്ത്? അത് അങ്ങനെയാണെങ്കിൽ അങ്ങ് എന്തെങ്കിലും തെളിവ് കാണിച്ചു തരൂ. ഇതിപ്പോ അങ്ങയുടെ അഭിപ്രായമായിട്ടല്ലേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റൂ? ദേവി പറഞ്ഞാണെന്ന് ദേവി വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെങ്കിലല്ലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാം എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്തായാലും അങ്ങ് ഈ സന്യാസിയെ ആക്ഷേപിച്ചത് വളരെ മോശമായി പോയി എന്ന് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും വന്നിട്ട് പറഞ്ഞു. അപ്പൊ സന്യാസി ഇങ്ങനെ പറയുന്നത് ഗ്രാമത്തിന് പോലും നല്ലതല്ല, നമ്മൾ അവരെ ബഹുമാനിക്കേണ്ടവരെ നിന്ദിച്ചാല് അതിന്റെ ഫലം നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ഒരു തെളിവ് അങ്ങ് പറയണം, ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഭാസ്കരായര് ഒന്നും മിണ്ടിയില്ല ഇതുവരെ. അദ്ദേഹം പറഞ്ഞു, ഇതുവരെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, ഞാൻ ഇദ്ദേഹത്തെ ബഹുമാനിക്കാതെ ഇരുന്നാല് നിങ്ങൾക്കൊരു പ്രശ്നമില്ല, അദ്ദേഹത്തിനും പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ബാക്കിയുള്ളവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത്? പക്ഷെ ഇനിയിപ്പോ ഏതായാലും നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് എൻ്റെ അടുത്ത് ഇത് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഒരു തെളിവ് കാണിച്ചു തരാം, നിങ്ങൾ എന്നാ വിശ്വസിക്കുമല്ലോ. അപ്പൊ എല്ലാ ഗ്രാമവാസികളെല്ലാം കൂടി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. അദ്ദേഹം ഉപയോഗിക്കുന്ന ദണ്ഡം, അദ്ദേഹം ഒരു കമ്പ് കൊണ്ട് നടക്കും, കമണ്ടലു, അല്ലെ? അദ്ദേഹം ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരൂ, എന്നിട്ട് എന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കൂ, ഞാൻ അതിനെ നമസ്കരിക്കാം, എന്നിട്ട് എന്താണ് സംഭവിക്കണമെന്ന് നോക്കൂ, എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ നമസ്കരിക്കാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. ഗ്രാമത്തിലുള്ള കുറച്ചു പേര് പോയി സന്യാസിയുടെ കുറച്ച് ദൂരെയായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ കമണ്ടലു, ദണ്ട്, കുറച്ച് വസ്ത്രങ്ങള്, ഇതെല്ലാം എടുത്തിട്ട് അവിടെ ആ ഒരു ഭാസ്കരരായരുടെ വീട്ടിന്റെ ഫ്രണ്ടില് ഒരു പേപ്പറൊക്കെ ഇട്ട് ആ ചുവരില് എല്ലാം ചാരി വെച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതെല്ലാം അദ്ദേഹത്തിന്റെയാണ്, വേറെ ആരുടെ അല്ല, സന്യാസി ചിഹ്നങ്ങളുള്ളതായിരുന്നു എല്ലാം തന്നെ. അപ്പൊ ശരി, നിങ്ങളല്ലേ പറയുന്നത് ഞാൻ നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് ഭാസ്കരരായരെ കണ്ണടച്ച് കുറച്ചു നേരം എന്തോ അമ്മയുമായിട്ട് സംസാരിക്കുന്ന പോലെ എല്ലാം അനുമതി ചോദിച്ചിട്ടാണ് ഇദ്ദേഹം ചെയ്യുക. കാരണം കൂടെ ഉള്ള ഒരാളുടെ അടുത്ത് ഞാൻ ചെയ്യട്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു 2 മിനിറ്റ് നേരം കണ്ണടച്ചിരുന്നു. ശരി, ഞാൻ ചെയ്യാമെന്നും പറഞ്ഞു. അമ്മ അനുമതി കൊടുത്തെങ്കിൽ മാത്രമേ അദ്ദേഹം ചെയ്യുള്ളൂ. അദ്ദേഹം നേരെ എന്ത് ചെയ്തു? സന്യാസിയുടെ സാധനങ്ങൾ ചുവരിൽ ചാരി വെച്ചിരിക്കുന്നിടത്ത് അവിടെ ചെന്ന് ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. അദ്ദേഹം നമസ്കരിക്കാനായിട്ട് മുട്ട് ഭൂമിയിൽ കുത്തിയപ്പോ തന്നെ ഓരോന്നോരോന്ന് ചാരി വെച്ചിരുന്ന സാധനങ്ങൾ പൊട്ടി, അഗ്നിബാധ പോലെ പൊട്ടി 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 ഭസ്മമാവാൻ തുടങ്ങി. അദ്ദേഹം നമസ്കരിച്ച് കഴിഞ്ഞതും അവിടെ ചാരി വെച്ചിരുന്ന ഒരു സാധനങ്ങൾ പോലും കാണാനില്ലാത്ത വിധം പൊടിയായിട്ട് നിലത്ത് വീണു. അപ്പോഴാണ് ഭാസ്കരരായരുടെ മഹിമയെ കുറിച്ച് ഇവർക്ക് മനസ്സിലായത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അഹങ്കാരിയൊന്നും അല്ല, എൻ്റെ അമ്മ പറയുന്ന മാത്രമേ ഞാൻ കേൾക്കുള്ളൂ. എൻ്റെ ഉള്ളില് ഞാൻ എത്രയോ കാലമായി ജനിച്ച് കുറച്ചു നാളിന് ശേഷം അമ്മയെ ഇരുത്തിയതാണ്. അന്ന് ഇരുന്ന അമ്മ ഇന്നും പോയിട്ടില്ല. ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അമ്മയുടെ അനുമതി ഇല്ലാതെ ഞാൻ ചെയ്യാറുമില്ല. അമ്മ ചെയ്യരുതെന്ന് പറയുന്നത് ഞാൻ ചെയ്തിട്ടുമില്ല. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് സന്യാസി വന്നപ്പോ ഈ മഹാലിംഗ സ്വാമികളുടെ വീട്ടിൽ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ എണീക്കണമെന്ന് അമ്മയോട് ചോദിച്ചു. എണീക്കണ്ട, അത് നിനക്കല്ല ആപത്ത് കുഞ്ഞെ, ആ വരുന്ന ആൾക്കാണ് ആപത്തെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷെ എൻ്റെ മനസ്സ് തുറന്നു കാണിക്കാനോ അമ്മയെ കാണിക്കാനോ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് മാത്രമേ ഞാനും അമ്മയായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. ഇപ്പൊ ഇദ്ദേഹത്തെ നമസ്കരിച്ചിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കണമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ ഒരു പൊടി പോലും, അതിന്റെ ആ രൂപം പോലും നഷ്ടപ്പെട്ട് വെറും പൊടിഞ്ഞ് മണ്ണായിട്ട് ഭൂമിയിൽ കിടക്കുകയാണ്. അപ്പോ എന്താ പറയാ, ഇതെല്ലാം തന്നെ എൻ്റെ ആ ഒരു മന്ത്രദീക്ഷ, അതായത് ജ്ഞാനദൃഷ്ടി ദേവിയാണ് എനിക്ക് തന്നത്. എപ്പോ ഞാൻ അമ്മയുടെ മന്ത്രദീക്ഷ എടുത്തോ ആ മന്ത്രസ്വരൂപിണിയായിരിക്കണം അമ്മ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്കത് രൂപമില്ലായിരിക്കാം, പക്ഷെ എനിക്ക് അമ്മ രൂപത്തോടു കൂടിയും അരൂപമായിട്ടും അമ്മ ഏത് സമയം എൻ്റെ ഉള്ളില് ഉണ്ട്.
കാരണം എന്നെ വഴി നടത്തുന്നത്, എനിക്ക് എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ ചോദിച്ചതിന് ശേഷം, എനിക്ക് അനുവാദം ഇല്ലാതെ ചെയ്യാനായിട്ട് വിധിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ സദാ അംബിക ഉണ്ട്. ആ പല കാര്യങ്ങളിലും എന്താ പറയാ, മറ്റുള്ളവർക്ക് അത് വ്യക്തമായിരുന്നു. സന്യാസി ഒന്നും മിണ്ടിയില്ല. സന്യാസിയെ നമസ്കരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്താ സംഭവിക്കുക? അദ്ദേഹം പിന്നെ ഈ ഭൂമിയിൽ അപ്പൊ തന്നെ വീണ് ഇല്ലാതായി തീർന്നേനെ. അപ്പൊ അങ്ങനെ ഭാസ്കരരായരുടെ ഈ ഒരു സത്യസന്ധതയില് അവിടുത്തെ ഗ്രാമവാസികൾക്കെല്ലാം തന്നെ വളരെയധികം ഉയർന്ന വിശ്വാസം വന്നു. അങ്ങനെ ഇദ്ദേഹം കാശിയിൽ കുറച്ചു നാൾ താമസിക്കുന്നതിനായിട്ട് ആ ഒരു എന്താ പറയാ, കാശി ക്ഷേത്രത്തിലേക്ക് പോയി. നമുക്കറിയാം കാശിയുടെ വിശേഷം എന്താണ്? കാശിയില് വർദ്ധിക്കുന്നത് എല്ലാം വർദ്ധിക്കും. എന്തൊക്കെയാണ് നമുക്ക് നല്ലതും മോശം കാര്യങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവാം, ഇല്ലേ? നല്ല നെഗറ്റീവ്സും ഉണ്ടാകാം, പോസിറ്റീവ് ഉണ്ടാകും. കാശിക്ക് ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാല് നല്ലതാണ് ഏത് കൊണ്ടുചെന്നാലും അവിടെ കൂടും. ഒന്നും കുറവില്ല. കാരണം പ്രകാശത്തിന്റെ സ്ഥലമാണ്. അവിടെ നെഗറ്റിവിറ്റി ഇല്ല. നമ്മൾ കാണുന്ന റോഡോ അവിടുത്തെ ചരിവുകളോ ശ്മശാനങ്ങളോ ഒന്നുമല്ല. എല്ലാം ദഹിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കാശി, അല്ലെ? അവിടെ ഒന്നും ഇല്ലാത്തതാണ്. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു വസ്തു അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നി ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹമുള്ള ആളാണ്, ഉള്ള സ്ഥലമാണ് കാശി വിശ്വനാഥനും ആ ഒരു വിശാലാക്ഷിയും. അപ്പൊ അവിടെ ശ്മശാനം എന്ന് പറഞ്ഞാൽ എരിഞ്ഞടങ്ങിയതിനു ശേഷം നമ്മുടെ ശരീരബോധം പോയി കഴിഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്? പ്രകാശം മാത്രം, ആത്മാവ് മാത്രം, അല്ലെ? അപ്പൊ അവിടെ നമ്മള് ഏത് മനുഷ്യരാണോ നല്ല വികാരങ്ങളോട് കൂടി പോകുന്നത്, പോസിറ്റീവ് മൈൻഡോട് കൂടി പോകുന്നത്, അവർക്ക് അത് 1000 ഇരട്ടി വർദ്ധിക്കും. അതേസമയം അവിടെ നെഗറ്റീവ് മൈൻഡായിട്ട് പോകുന്നത്, തെറ്റായിട്ട് ചിന്തകള്, അല്ലെ? നമ്മൾ കാശിയിൽ ചെന്ന് തെറ്റായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തോടു കൂടി കാശി പോയി കഴിഞ്ഞാൽ അവിടെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനോ പറയാനോ പാടില്ല. അതും വർദ്ധിക്കും. കാരണം അവിടെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എന്നല്ല, നമ്മൾ പറയുന്ന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്, അല്ലെ? ഈ കാശിയിൽ മാത്രം അങ്ങനെയല്ല. ഗുരുനാഥന്മാരെല്ലാം പറയുന്നത് അതുകൊണ്ട് കാശിയിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു പോകണം. അവിടെ ചെന്ന് പരിസരങ്ങളെ കുറ്റപ്പെടുത്തുകയോ അവിടുത്തെ മലിനതയെ കുറ്റപ്പെടുത്തുകയോ അവിടെ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളുടെ കുറവിനെ കുറിച്ച് ഒന്നി പോവാതിരിക്കുക. പോയി കഴിഞ്ഞാല് അവിടെ യാതൊരു വിധത്തിലുള്ള കള്ളങ്ങളും ചെയ്യാതിരിക്കുക, അല്ലെ? നമ്മൾ ഒരാളുടെ അടുത്ത് ഒരാളെ വിശ്വാസവഞ്ചന ചെയ്യുക, പറ്റിക്കുക, ഇതൊക്കെ വലിയ പാപങ്ങളാണ് അവിടെ. നമ്മൾ അറിയുന്നില്ല, നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കറിയില്ല. അപ്പൊ അതുപോലെ ഈ അവിടെ എന്താ പറയാ, ചെല്ലുമ്പോൾ നമ്മൾ പ്യുവർ ആയിരിക്കുന്നത് പ്യുവറസ്റ്റ് ആവും, മോശമായിട്ടുള്ളതോ നമുക്ക് എന്താണ് ചിന്തിക്കുക, അല്ലെ? മോശമായിട്ടുള്ളത് ഏറ്റവും മോശമായിട്ട് തീരും. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഇദ്ദേഹം അവിടെ പോയി കുറച്ചു നാൾ താമസിക്കാം. കാരണം ദേവിയെ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്ന ആളാണ് ഇദ്ദേഹം. അവിടെ കുറെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഇദ്ദേഹം ചെന്ന് എപ്പോഴും അവിടെ കുളിച്ച് കാശി വിശാലാക്ഷിയൊക്കെ തൊഴുത് അധികം ക്ഷേത്രങ്ങളിലൊന്നും പോവാറില്ല. ഇദ്ദേഹം ഇങ്ങനെ എന്താ ആൽത്തറകളിലൊക്കെ ഇരിക്കും, ഇങ്ങനെ ജപിച്ച് കണ്ണു അടച്ച് വെറുതെ ഇരിക്കും. ജപങ്ങൾ പോലും ചെയ്യുന്നത് കാണാറില്ല. അപ്പൊ ഇദ്ദേഹത്തിന് അവിടെ ചെന്നിട്ടും ഈ കുറച്ചു പേര് ഇദ്ദേഹത്തെ അന്യ സ്ഥലത്തു നിന്ന് വന്നാണ്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഈ പ്രഭാവം കൊണ്ട് ഒരുപാട് പേര് ഇദ്ദേഹത്തെ കാണാനും തൊടാനും നമസ്കരിക്കാനും ഒക്കെ വരാറുണ്ട്. അപ്പൊ അവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്ന പണ്ഡിതർക്ക് ഉള്ളിൽ വീണ്ടും എവിടെയും ഇതാണല്ലോ പ്രശ്നം. നമ്മള് ആ പാണ്ഡിത്യത്തിന് മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് മാത്രമല്ല, അറിവുള്ളവരുടെ അടുത്ത് പോലും അസൂയ ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അവിടെ കുറച്ച് പണ്ഡിതന്മാർക്ക് ഇദ്ദേഹത്തിനോട് ഭയങ്കര കടുത്ത അസൂയയും ദേഷ്യം വന്നു. ഇയാൾ ഇത് എവിടുന്നാ വന്നേക്കുന്നത്, അല്ലെ? ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം പൂജകളൊക്കെ ചെയ്യുന്നതൊക്കെ ഒളിച്ചു നിന്ന് നോക്കും. ഇദ്ദേഹം വാമാചാരം പൂജയൊക്കെ ചെയ്യും. ഇദ്ദേഹത്തിന് എല്ലാ ഉപാസനയാണ്. കൗളം വാമം എല്ലാം ഇദ്ദേഹത്തിന് അറിയാം. ദക്ഷിണാചാരം മിശ്രാചാരം എന്ത് രീതിയിലും ദേവിയെ പൂജിക്കും. കാരണം ദേവി ഉപാസനയുടെ എല്ലാ വഴികളും, കാരണം സൗഭാഗ്യ ഭാസ്കരത്തിന് ഭാഷ്യം എഴുതിയപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാമാചാരിയാണ്. ലളിതാ സഹസ്രനാമത്തിന്റെ ഭാഷ്യയാണ്. അപ്പൊ വാമാചാര കൊണ്ട് തൃപ്തയാകുന്നവൾ ദക്ഷിണാചാരം കൊണ്ട് തൃപ്തയാകുന്നവൾ. അപ്പൊ ഇതെല്ലാം ചെയ്ത ഒരാൾക്ക് മാത്രമേ, ഇതെല്ലാം ചെയ്തിട്ട് അമ്മ ഏതിലാണ് തൃപ്ത? അപ്പൊ ഓരോന്നെഴുതുമ്പോൾ പറയും ഇതില് തൃപ്തയാണ്, അല്ലെ? കൗളമാർഗ സംതൃപ്ത, സമയാചാര തൃപ്ത എന്നൊക്കെ പറയാൻ കാരണം എന്താ? അമ്മയ്ക്ക് ഏത് ആചാരം നമ്മള് എടുത്താലും അമ്മയിൽ എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഉപചാരങ്ങളൊക്കെ തന്നെ നമുക്ക് വഴിയാണ്, അല്ലെ? ആ വഴികളിലൂടെ അമ്മയിൽ എത്തുക. അപ്പൊ ഇദ്ദേഹം ചില സമയത്ത് വാമാചാരങ്ങളൊക്കെ ചെയ്യുന്ന കാണാം. വാമാചാരം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഹയർ ലെവലാണ്. അപ്പൊ അത് ചെറിയ ചെറിയ ഇദ്ദേഹം അതൊക്കെ ചെയ്യുമ്പോ എന്താ, ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഒളിച്ചു നിന്ന് നോക്കൂ, ഇദ്ദേഹം ഇതാണോ പൂജിക്കുന്നത്? നമ്മള് വേറൊരാൾ ഉപാസനാ മാർഗം എന്തുകൊണ്ടാ ഗോപ്യമാക്കി വെക്കണം എന്ന് പറയണത്? ഇത് അറിഞ്ഞുകൂടാത്തവര് വിമർശിക്കും. അവർക്കറിയില്ല. ഓ, ഇയാൾ എന്തൊക്കെയോ ചെയ്യുന്നു, ഇല്ലെ? വാരാഹിയെ പൂജിക്കുന്നു, മറ്റവരെ പൂജിക്കുന്നു. ദേവിയുടെ കർണപിശാശിനി എന്ന് പറഞ്ഞൊരു ദേവതയുണ്ട്. അമ്മയുടെ ചതുഷ്ഷഷ്ടി കോടി ദേവതകളും അമ്മയെ പൂജിക്കുമ്പോൾ അവിടെ വന്നിരിക്കും. ഓരോരുത്തരുടെ ഇദ്ദേഹം സംസാരിക്കും. കടൽ തീരത്തൊക്കെ ചെന്നിരുന്ന് പൂജിക്കും. കാരണം അമ്മയെ വിളിച്ച് ലളിതാംബികയെ വന്നിരുന്നു കഴിഞ്ഞാല് ആ വാരാഹി വന്നില്ലേ, ശ്യാമ വന്നില്ലേ, സമ്പത്തിരി വന്നില്ലേ ചോദിക്കും. എല്ലാരും എത്തിയോ? നമ്മളൊരു ക്ലാസ്സിൽ അധ്യാപകൻ വന്നിരിക്കും പോലെ അമ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ താമസം?
എല്ലാവരും വന്നിരുന്ന് ചുറ്റും നോക്കും. കാണുന്നവർക്ക് എന്താ ഒരു ഭ്രാന്തനാണെന്നൊക്കെ തോന്നാം ചിലപ്പോ. പക്ഷെ ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടാ ഈ പറയുന്നത്. അപ്പോ അവരോട് എല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. എല്ലാവർക്കും പ്രസാദം കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. വാമാചാരം ചെയ്യുമ്പോഴൊക്കെ ഇദ്ദേഹം ഇങ്ങനെയാ ചെയ്യുക. ഈ പണ്ഡിതന്മാർക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. എന്താണ് ഇദ്ദേഹം ചെയ്യണത്? എന്തൊക്കെയോ ഇദ്ദേഹത്തിന് ആഭിചാര പ്രവൃത്തികളൊക്കെ ഉണ്ട്. കൺകെട്ട് വിദ്യ എന്തൊക്കെയോ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. കാശിയിൽ വന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യാവോ? കാശി അവരുടെ സ്ഥലം പോലെ അവര് പറയാ. ഇദ്ദേഹം ഇങ്ങനെയുള്ള ദുരാചാരങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നാല് ഇവിടെ ഇത് വർദ്ധിക്കില്ലേ? ഇത് ചെയ്യാമോ? ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് ഓടിക്കണം. അവരുടെ മനസ്സിൽ ഇതായി ചിന്ത.